നമസ്കാരം. ക്ലാസീസ് ട്രാവൽ ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഉറപ്പായിട്ടും കാണുക. കാരണം നമ്മൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സേലം വരെ ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തത്. ഇപ്പോൾ സേലത്തു നിന്ന് മൂന്നാറിലേക്കുള്ള സെക്കൻഡ് പാർട്ടാണിത്. പക്ഷേ ഒരബദ്ധം പറ്റി ഗൈസ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറയുടെ ചാർജ് തീർന്നു പോയി കറക്റ്റ് സേലം കഴിഞ്ഞപ്പോൾ. സോ അവിടുന്ന് സേലം തൊട്ടിട്ട് ദിണ്ടിഗൽ വരെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ക്യാമറ ഡെഡായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചാർജിന് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ദിണ്ടിഗൽ കഴിഞ്ഞു. ദിണ്ടിഗലിൽ നിന്ന് തേനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിണ്ടിഗൽ, തേനിയിൽ നിന്ന് ബോഡി, ദെൻ മൂന്നാർ. ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. നമ്മളിപ്പോൾ ദിണ്ടിഗലിൽ നിന്ന് മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ ചെറുതായി. ഇത്ര നേരം 6 ലൈനും 4 ലൈനൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങ് വരെ 2 ലൈൻ മാത്രമേ ഉള്ളൂ. സോ നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കുറച്ച് ബൈക്കേഴ്സ് കമ്പനിക്കാരെയൊക്കെ കിട്ടിയായിരുന്നു. അവർ മുന്നിലും പുറകിലൊക്കെ ആയിട്ടുണ്ട്. ഈ സ്ഥലമുണ്ടല്ലോ, അമ്പിളി മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സ്ഥലത്തിൻ്റെ ചില ഭാഗങ്ങൾ അമ്പിളി മൂവിയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാറിലേക്ക്. റോഡൊക്കെ ഇപ്പോൾ ചെറുതായി. ഇനിയിപ്പോൾ നല്ല തിരക്കുമുണ്ട് റോഡിൽ. പക്ഷേ അടിപൊളി സ്ഥലമാണ് കാണാനാണെങ്കിലും രക്ഷയില്ല. സ്ഥലത്തിൻ്റെ പേരാണ് പത്തൽകുണ്ട്. ഇവിടുന്ന് നമുക്കിനി തേനി ഓൾമോസ്റ്റ് ഒരു 70-80 കിലോമീറ്റേഴ്സ് ഉണ്ടാകും. ഒരു 2 hours റീച്ച് ചെയ്യാൻ പറ്റും. തേനിയിൽ നിന്ന് പിന്നെ നമുക്കെന്താ വീണ്ടും ഒരു 70 കിലോമീറ്റേഴ്സും കൂടെ പോയിട്ടുണ്ടെങ്കിൽ മൂന്നാറെത്തും. നമ്മൾ തേനി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഈ പോകുന്ന വഹിക്കുന്ന കേട്ടോ കൊടൈക്കനാൽ ടേൺ ചെയ്ത് നമ്മൾ കൊടൈക്കനാൾക്ക് പോകുന്നത്. നമുക്ക് എത്താൻ ഇനി ഒരു 50 കിലോമീറ്റേഴ്സിനുള്ളിൽ ആ ടേൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. കൊടൈക്കനാൽ പോകുന്ന കുറേ ആൾക്കാരെ വഴിയിൽ വെച്ച് മീറ്റ് ചെയ്തു. എല്ലാവരും തന്നെ ബൈക്കേഴ്സ് ആയിരുന്നു. ഒരു ബൈക്കറിനാണല്ലോ മറ്റൊരു ബൈക്കറിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ കാണുമ്പോൾ കുറേ പേരൊക്കെ ഹായൊക്കെ കാണിച്ചു ബൈക്കിൽ പോകുന്നത് കണ്ടപ്പോൾ. കാരണം എൻ്റെ ബാക്കിൽ വലിയ ലഗേജ് ക്യാരിയർ കയറിയിട്ടുണ്ട്. അതിൽ നിറയെ ലഗേജുമാണ്. ആൾക്കാർ കണ്ടു കഴിയുമ്പോൾ ഞാൻ എന്തോ വലിയ ഹിമാലയത്തിൽ നിന്ന് വരുന്ന പോലെയാണ് എൻ്റെ പോക്ക്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കൊരു സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് കാണുന്നവരൊക്കെ കൈ മുക്കി കാണിക്കുന്നുണ്ട്. ചിലവരൊക്കെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇങ്ങനെ എവിടുന്നാണ് വരുന്നതൊക്കെ. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്തു. മെയിനായിട്ട് എല്ലാവരും തന്നെ ഇപ്പോൾ കൊടൈക്കനാലിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൊടൈക്കനാൽ ഇപ്പോൾ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. സോ ആൾക്കാരൊക്കെ കൊടൈക്കനാൽ കയറുന്നുണ്ട്. അപ്പോൾ കുറേ പേര് കൊടൈക്കനാലിൽ പോകുന്നവരെ കണ്ട്. പിന്നെ നമ്മൾ സേലം കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ബിസ്ക്കറ്റൊക്കെ കയ്യിലുണ്ടായി. ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും തുടങ്ങി. പക്ഷെ ക്യാമറ ഓഫായി പോയതിൻ്റെ പേരിൽ നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ദിണ്ടിഗലിൽ നിന്ന് പോകുന്നു. ഇപ്പോൾ തേനിയാണ് നമ്മുടെ ലക്ഷ്യം. റോഡ് ചെറുതായതുകൊണ്ടേ കുറച്ച് ഇത്ര നേരം നല്ല രാജാവിനെ പോലെ വന്നിട്ട് ഇപ്പം ചെറിയൊരു ശോകം ഫീൽ ചെയ്യുന്നു. എന്നാലും വഴി വലിയ കുഴപ്പമില്ല. പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട്. KL വണ്ടികളും ഉണ്ട് ഇതിൻ്റെ കൂടെ. കുറേ കേരള രജിസ്ട്രേഷൻ വണ്ടികളും കാണുന്നുണ്ട്. പോവാണ്. ഇവിടേക്കൊക്കെ വന്നിട്ടുണ്ട്. ഫുൾ തെങ്ങും തോപ്പാണ് കൂടുതൽ കാണുന്നത്. ഒത്തിരി തെങ്ങുണ്ട്. പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ മാവ് ഒത്തിരി കാണാൻ പറ്റും ഈ വഴിയിൽ. നല്ല രസമുള്ള സ്ഥലമാണ്. മൊത്തം വില്ലേജസാണ്. അത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല ഇനി അങ്ങോട്ട്. ഇനി ഫുൾ വില്ലേജസാണ്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റേതായ ഇതും നോർമൽ മനുഷ്യരും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. നമുക്ക് അടുത്ത തേനീച്ചാണ്. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്നില്ല. ഫ്രണ്ടിൽ പോകുന്ന ഒരു 4-5 ബൈക്കേഴ്സാണ്. അവരെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടിരുന്നു. അവരെങ്ങോട്ടാണെന്ന് ചോദിക്കാൻ പറ്റില്ല. അവരെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിർത്തിയായിരുന്നു ജസ്റ്റ്. അതിനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഇവരെ കണ്ട്. ഇങ്ങനെ കൂട്ടമായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു 3-4 ബൈക്കൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഒരു ഫീലുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇവരുടെ പുറകെ ഇങ്ങനെ പോകുന്നു. ഓവർടേക്ക് ചെയ്ത് കയറി പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കാവും. ഇവരുടെ കൂടെ പോവുകയാണെങ്കിൽ ഒരുമിച്ചായതുകൊണ്ടൊരു ഇതുണ്ട്. ഇവർ KL വണ്ടി കേട്ടോ. ഈ വണ്ടിയെല്ലാം കേരള രജിസ്ട്രേഷനാണ്. സോ അപ്പം മലയാളീസാണ് എന്തായാലും. ഇനി ഒരാളും കൂടെ ഉണ്ട്. ഒരു വണ്ടിയും കൂടെ ഉണ്ട് ഇവരുടെ കൂടെ. വണ്ടി ഫ്രണ്ടിൽ എവിടെയോ പോയിട്ടുണ്ട്. അത് ഡ്യൂക്കായിരുന്നു. പുള്ളിക്കാരൻ പറപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പോകാം. ഇവിടെ ആൾക്കാരുടെ മെയിൻ ഒക്യുപ്പേഷൻ കൃഷി തന്നെയാണ്. കാരണം നമുക്ക് പോകുന്ന വഴി നീളെ കാണാൻ പറ്റുന്നത്
കൃഷി സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സൈഡിലൊരു അടിപൊളി ലേക്ക് കാണുന്നുണ്ട്. ലേക്കിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. രാവിലെ ടൈമിലേക്ക് ഇതുവഴി വരികയാണെങ്കിൽ അടിപൊളിയാണ്. സൺറൈസിൻ്റെ ടൈമിലൊക്കെ ഫുള്ളൊരു ഓറഞ്ച് കളറിലുണ്ടാവും ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. ലേക്കും കൂടെ വന്നു അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട്. സ്പീഡ് ബ്രേക്കേഴ്സ് ഈ വഴിക്ക് ആക്ച്വലി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വേണം. കാരണം റോഡ് അത്ര നല്ലതാണ്. പിന്നെ നടുക്ക് ഡിവൈഡേഴ്സ് ഇല്ലാത്തതുകൊണ്ട് വണ്ടികളെല്ലാം നല്ല സ്പീഡിലായിരിക്കും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാരിക്കേഡ് വെച്ചേക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ കൊടൈക്കനാൽ ജംഗ്ഷൻ എത്താറായി. ഫ്രണ്ടിലൊരു ബോർഡ് കാണുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റൈറ്റിലേക്കാണ് കൊടൈക്കനാൽ. ഒരു 56 കിലോമീറ്റേഴ്സ് ഉള്ളൂ കൊടൈക്കനാൽ എത്താനായിട്ട്. മനസ്സിൽ ചെറിയൊരു മോഹമൊക്കെ തോന്നുന്നുണ്ട് കൊടയിൽ പോകാനായിട്ട്. പക്ഷേ എന്തോ അതിലും ഇതാണ് വഴി. അതിലും മോഹം വീട്ടിൽ പോകാനായതുകൊണ്ട് നമുക്ക് നേരെ വീട് പിടിക്കാൻ നോക്കാം.
സോ ഗായ്സ് നമ്മൾ ഇപ്പോൾ കടന്നു വന്ന ടൗണാണ് തേനി. അത്യാവശ്യം നല്ല വലിയ ടൗണാണ് തേനി. ഇപ്പോൾ തേനിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ടുവേർഡ്സ് ബോഡി പോയിക്കൊണ്ടിരിക്കുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേനി കമ്പം ഹൈവേ ആണിത്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് നമുക്ക് ആക്ച്വലി റൈറ്റ് പോകണം. ടൗണിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. സോ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഒന്ന് പാസ് ചെയ്ത് വരാനായിട്ട്. ഞാൻ ശരിക്കും മടുത്തു. വണ്ടിയുടെ ബാക്കിൽ ഇത്ര വെയിറ്റൊക്കെ കൂടി ഇരിക്കുന്നതുകൊണ്ട് ബാലൻസ് ചെയ്യാൻ നല്ല പാടായിരുന്നു. മാത്രമല്ല നല്ല ട്രാഫിക്കും ഉണ്ടായി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം. റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മൂന്നാർ എത്തും. സ്ട്രെയിറ്റ് പോവുകയാണെങ്കിൽ ഈ കമ്പം ദെൻ കട്ടപ്പന കുമിളിയൊക്കെ പോകുന്ന റൂട്ടാണ് അവിടുന്ന് സ്ട്രെയിറ്റ് ഉള്ളത്. ഈ വഴിക്കാണ് നമുക്കിനി നേരെ ബോഡിക്ക് പോകാനുള്ള വഴിയാണിത്. ബോഡി നായ്ക്കന്നൂർ എന്ന് പറയും. അവിടുന്ന് നമ്മൾ കയറി പൂപ്പാറ എത്തും. അപ്പോഴത്തേക്കും കേരളമാവും. ദെൻ മൂന്നാർ. അതാണ് നമ്മുടെ റൂട്ട്. ഇപ്പം ബോഡി ഇവിടുന്ന് ബിലോ 10 കിലോമീറ്റേഴ്സ് ഉള്ളു എത്താനായിട്ട്. സോ പെട്ടെന്ന് എത്തുന്ന വഴിയാണ്. അങ്ങനെ നമ്മൾ ബോഡി ടൗൺ കഴിഞ്ഞു. നമ്മൾ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുകയാണ്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ അതിൽ ഹില്ലിന് താഴത്തുള്ള ചെക്ക് പോസ്റ്റാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് കൂടെ ഉണ്ട്. അവിടുന്ന് പിന്നെ നമ്മൾ ബോഡി മെട്ട് കയറാൻ സ്റ്റാർട്ട് ചെയ്യും. ബോഡി മെട്ട് കയറി ടോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ ആണ് ശരിക്കും ബോർഡറിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. നമ്മുടെ കയ്യിൽ പാസ് കാര്യങ്ങളൊന്നും ഇരുന്നതിന് ഓൾറെഡി പറഞ്ഞു. അവിടെ നമ്മളെ പിടിച്ച് നിർത്തുമോ തിരിച്ച് പോകാൻ പറയുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് അടുത്ത ചെക്ക് പോസ്റ്റ്. ഇനി ഇവിടുന്ന് നമ്മൾ ഹില്ല് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫുൾ ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോഡി മെറ്റാണ്. ഇതാണ് സ്റ്റാർട്ടിങ്. ഇനിയിപ്പോൾ ബോഡി മെട്ട് കയറി ടോപ്പ് എത്തുന്നോടം വരെ വേറെ വീടുകളോ കടകളോ കാര്യങ്ങളൊന്നുമില്ല. ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഫുൾ ഹെയർ പിൻസ് ആണ്. നമുക്ക് ആ ടോപ്പിൽ കാണുന്ന മലയുടെ ഏറ്റവും ടോപ്പിലെത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഈ മലകൾ മൊത്തം നമ്മൾ ചുറ്റിക്കറങ്ങിയാണ് ബോഡിമെട്ട് കയറുന്നത്. മോർ ദാൻ 25 ഹെയർ പിൻസ് ഉണ്ട്. കറക്റ്റ് എണ്ണം എനിക്കറിയില്ല. മോർ ദാൻ 25 എന്തായാലും ഉണ്ട്. വഴിയും വ്യൂവും നല്ല അടിപൊളിയാണ്. നമ്മൾ കയറി ചെല്ലുന്ന ടോപ്പാണ് ആക്ച്വലി കയറണം. ഇപ്പം നമ്മൾ കറൻറ്റ്ലി തമിഴ്നാട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവിടുന്ന് നമ്മളിനി ഓരോ ഹെയർ പിന്നായിട്ട് കറങ്ങി കയറി നമ്മൾ കേരളത്തിലെത്തും. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ബോഡി മെട്ട് കയറുമ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ കയറി ചേരുന്നതോടെ നമുക്ക് തമിഴ്നാടിൻ്റെ എക്സാക്ട് പ്രോപ്പർ വ്യൂ കിട്ടും. നമുക്ക് കടന്നു വന്ന തേനിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. തേനി കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞ കമ്പമൊക്കെ നമുക്ക് ഫുൾ നൈറ്റൊക്കെ ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. ഫുൾ ലൈറ്റായിരിക്കും. നമ്മൾ ടോപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ലൈറ്റായിരിക്കും കാണാൻ പറ്റുക. അത്രയ്ക്ക് നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടുന്ന സ്പോട്ടാണിത്. രാവിലെ വരുമ്പോൾ നമുക്ക് നല്ല ക്ലൗഡ് ബെഡൊക്കെ ഇങ്ങനെ വന്നിട്ട് തമിഴ്നാട്ടിലേക്ക് കേരളത്തിൽ നിന്ന് മഞ്ഞിങ്ങനെ ഫ്ലോ ചെയ്ത് വാട്ടർഫാൾസൊക്കെ പോലെ ഒഴുകി ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളൊക്കെ ഈ വഴിക്ക് കാണാൻ പറ്റും. രാത്രിയിലൊക്കെ ഒറ്റയ്ക്ക് വരുമ്പോൾ ലിറ്റിൽ സ്കെയറി ആട്ടോ ഈ വഴി. കാരണം വേറെ വണ്ടികളൊന്നും ഉണ്ടാവില്ല, ആൾക്കാരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും. അന്നും കാര്യമൊക്കെ എടുക്കണ്ട, നമ്മളങ്ങ് പോയാൽ മതി. ഇനി നമുക്ക് നേരെ ടോപ്പ് എത്താനുള്ള വഴി നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് പകുതി എത്തി. ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ നിർത്തിയ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് പതിയെ ബാക്കി പിടിക്കാം. ഇവിടെ നൈസായിട്ട് വണ്ടി വെക്കാം. ബാക്കിൽ ഇപ്പോൾ ഒരു പാറ കണ്ടില്ലേ, അത് ചില സിനിമയിലൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത്. ഈ സ്ഥലം എന്ന് പറയുന്നത് നല്ല രസമാണ്. ഇവിടുന്ന് താഴത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാട്ടിത്തരാം. ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ ഇരിക്കത്തില്ല, കാരണം ബാക്കിൽ നല്ല ലഗേജ് ഉണ്ട്. സോ നല്ല ടഫാണ് വെക്കാനായിട്ട്. അപ്പോൾ ഒരു കല്ലൊക്കെ സെറ്റാക്കി വെച്ച് അതിൻ്റെ മേലേക്ക് വെക്കുകയാണെങ്കിൽ വണ്ടി അവിടെ ഇരുന്നോളൂ. തിരിക്കണില്ലല്ലോ. മറിഞ്ഞു വീഴില്ലായിരിക്കുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് പതിയെ വണ്ടി ഒന്ന് കൈയൊക്കെ എടുക്കാം. കണ്ടോ ലഗേജ് ഇരിക്കണം, കണ്ടോ. ഈ പാറാണ് ഞാൻ പറഞ്ഞത്. കാണാൻ നല്ല
ഞാൻ ഇവിടെ വന്ന് നിർത്തിക്കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ടിലൊരു ട്രാവലർ കൊണ്ട് നിർത്തി. അപ്പോൾ അതിൽ ഫുൾ ഫാമിലി ആയിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു വണ്ടിയിൽ ഫോട്ടോ എടുത്തോട്ടേന്ന്. നമുക്കിപ്പോൾ എന്താ എടുത്തു, ഫോട്ടോ അല്ലേ, നമുക്ക് വിഷയമുള്ള കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവർ ഫോട്ടോയൊക്കെ എടുത്തു. ഇതാണ് വ്യൂ കേട്ടോ. നമുക്കിനി പതിയെ ഇവിടെ നിന്ന് പോകാം. ഇനിയിപ്പോൾ വീടെത്തണം. അതാണിപ്പോൾ ആകെ മനസ്സിലുള്ള ഒറ്റ ഒരു ചിന്ത, എങ്ങനെയും വീടെത്തുക. ഇനിയിപ്പോൾ ഒത്തിരി ദൂരമൊന്നുമില്ല, ഒരു 40 കിലോമീറ്റർ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീടെത്തും. അപ്പോൾ പിന്നെ പതിയെ പോയേക്കല്ലേ. സ്വിച്ച് എന്തോ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, പൊടിയെല്ലാം കയറിയിട്ടാന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല. നമ്മുടെ ജേർണി കണ്ടിന്യൂ ആക്കാം. നമ്മളിതാ അങ്ങനെ ഓൾമോസ്റ്റ് കയറി ബോഡി ടോപ്പ് എത്താറായി. ഇനിയിപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ കൈ കാണിച്ച് നിർത്തും, കയറ്റി വിടുമോ എന്നൊന്നും എനിക്കറിയില്ല. ഭാഗ്യം ഇവിടെ ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഇതിപ്പോൾ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണുള്ളത്. ഇതാണ് കേട്ടോ ബോർഡർ. ഈ കാണുന്ന ടവറാണ് ബോർഡർ. ഈ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നില്ല, ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ. ഇടുക്കി ജില്ലയുടെ ബോഡിമെട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്ത് കേരളത്തിലെത്തി. മോനെ കേരളത്തിലെത്തി. ഇനിയിപ്പോൾ നമ്മുടെ നാട് ആ ഒരു ഫീൽ. ഇനിയിപ്പോൾ കേരള ചെക്ക് പോസ്റ്റ് താഴത്തുണ്ട്. അവിടെ നോക്കട്ടെ നമ്മളെ പിടിച്ച് നിർത്തുമല്ലോ.
ഇവിടെയും നമ്മുടെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല, സോ നമുക്ക് പോവാം. ഇനിയിപ്പോൾ സ്ട്രേറ്റ് ടു പൂപ്പാറ. വഴിയൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി കൊച്ചി ധനുഷ്കോടി നാഷണൽ ഹൈവേയുടെ പാർട്ടായിട്ട് കിടക്കുന്ന വഴിയാണിത്. കൊച്ചിയിൽ നിന്ന് മൂന്നാറിൽ നിന്ന് ഇതുവഴി വന്ന് നേരെ തമിഴ്നാട് ഇറങ്ങി ധനുഷ്കോടി പോകുന്ന വഴിയാണ്. അപ്പോൾ വഴി പണി നടന്നുകൊണ്ടിരിക്കുക. ഗ്യാപ്പ് റോഡൊക്കെ പണിത് വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഗ്യാപ്പിൽ നിന്ന് പൂപ്പാറ വന്നിട്ട് ഈ വഴി കയറി ബോഡി എത്തിയിട്ടാണ് നമ്മൾ ധനുഷ്കോടി പോകുന്നത്. ഇപ്പോൾ വഴി പണി നടന്നുകൊണ്ടിരിക്കുക. കുറേ ഭാഗങ്ങളൊക്കെ മെച്ചപ്പെട്ടു. നേരത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശം വഴിയായിരുന്നു, അതുപോലെ തന്നെ തീരെ വീതിയും കുറവായിരുന്നു. അപ്പോൾ ഗായ്സ്, നമ്മളുടെ പൂപ്പാറൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ നമ്മൾ വീട് റീച്ചാകും. അപ്പോൾ ഇനി അങ്ങോട്ട് വലിയ കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കുറച്ച് ഭാഗം ഒരു തേയിലത്തോട്ടമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ റോഡും ചെറിയ ചെറിയ വഴികളൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവിടെ വെച്ച് ബൈ പറയുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.